ഒരു മാപ്പ് ചോദിച്ചാൽ കേസ് പിൻവലിക്കാമെന്ന് പറഞ്ഞപ്പോ മാപ്പ് ചോദിക്കുവാൻ മേരാ നാം സവർക്കർ നഹി മേരാ നാം രാഹുൽ ഗാന്ധി ഹേ എന്ന് പറഞ്ഞ മനുഷ്യൻ ഈ പ്രസ്ഥാനത്തെ, ഈ പ്രത്യയശാസ്ത്രത്തെ നയിക്കുമ്പോ ഈ രാജ്യത്തെ ഒരു തെരുവീതിയിൽ കിടന്നുകൊണ്ടും ഗാന്ധിയെ കൊന്നത് RSS ആണ് എന്ന് പറയാൻ ഒരാർജവത്തിന്റെ അംശത്തിന്റെ കുറവ് പോലും ഈ നാട്ടിലെ കോൺഗ്രസുകാരനില്ല എന്ന വളരെ വിനയത്തോടുകൂടി, വളരെ ബഹുമാനത്തോടുകൂടി ഈ നാട്ടിലെ പൊതുസമൂഹത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഗാന്ധിയെ കൊന്നത് RSS അല്ല എങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് വിനായക ദാമോദർ ഗോഡ്സെ എന്ന വിനായക ദാമോദർ ഗോഡ്സെ സവർക്കർ എന്ന VD സവർക്കറെ പിന്നെന്തിനു വേണ്ടിയിട്ടാണ് ഇരുമ്പഴിക്കുള്ളിലാക്കിയത്? VD സവർക്കറെ ഇരുമ്പഴിക്കുള്ളിലാക്കിയ മനുഷ്യന്റെ പേര് നിങ്ങൾക്കറിയാം, പട്ടേൽ എന്നാണ്. വിധിയുടെ വൈപരീത്യം എന്ന് പറയട്ടെ, അതേ പട്ടേലിന്റെ പൂർണ്ണകായ പ്രതിമയാണ് ഇന്ന് നരേന്ദ്രമോദി സ്ഥാപിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോ RSSനെ നിരോധിച്ച പട്ടേലിന്റെ പ്രത്യയശാസ്ത്രത്തെ ഇന്ന് നരേന്ദ്രമോദിക്ക് പോലും അംഗീകരിക്കേണ്ടുന്ന സാഹചര്യം ഈ രാജ്യത്തുണ്ടായി എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഇന്ന് സവർക്കറുടെ പ്രതിമയ്ക്ക് മുന്നിൽ പോയി പൂവിട്ട് തൊഴുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആ നരേന്ദ്രമോദി സവർക്കറുടെ ചിത്രത്തിന് മുന്നിൽ പോയി പൂവിടുമ്പോ തിരിഞ്ഞു നിൽക്കുന്നത് ഗാന്ധിയുടെ ചിത്രത്തിന് മുന്നിലാണ്. ഗാന്ധിയുടെ പ്രത്യയശാസ്ത്രത്തോട് തിരിഞ്ഞു നിന്നുകൊണ്ടാണ് സവർക്കറുടെ ചിത്രത്തിൽ നിങ്ങൾ പുഷ്പവൃഷ്ടി നടത്തുന്നത് എന്ന് നരേന്ദ്രമോദി ഓർമ്മപ്പെടുത്തുവാൻ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. VD സവർക്കർ ഗാന്ധിയെ കൊന്ന കേസിനകത്ത് പട്ടേൽ നിയോഗിച്ച അന്വേഷണ സംഘം 5ാം പ്രതിയായി ചുമത്തിയയാളാണ്. പിന്നെയും ചോദിക്കുകയാണ്, RSS ആണ് ഗാന്ധിയെ കൊന്നത് എന്നുള്ളതിന്റെ തെളിവ് പറയാമോ എന്ന് ചോദിക്കുമ്പോ ആ അന്വേഷണ സമിതി ഗാന്ധിയെ കൊന്ന കേസ് നടത്തിയ അന്വേഷണ സംഘമായാലും ശരി തന്നെ, അതിനുശേഷം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം രൂപീകരിച്ച കപൂർ കമ്മീഷന്റെ റിപ്പോർട്ടായാലും ശരി തന്നെ, എന്തിനേറെ പറയുന്നു, വൈ ഐ കിൽഡ് ഗാന്ധി എന്ന പുസ്തകം എഴുതിയ ഗാന്ധി ഘാതകനായ ഗോഡ്സെ പോലും എഴുതി വെച്ചിരിക്കുന്നത് ഗാന്ധിയെ കൊല്ലുവാൻ വ്യക്തിപരമായ ഒരു വിരോധവും ഗോഡ്സെയും ഗാന്ധിയും തമ്മിലില്ല. ഗാന്ധിയും ഗോഡ്സെയും തമ്മിലുള്ള ഏക വിരോധം എന്ന് പറയുന്നത് അത് രാഷ്ട്രീയ വിരോധമാണ്. ഗാന്ധി കറകളഞ്ഞ മതേതരവാദിയാണ് എങ്കിൽ ഗോഡ്സെ കറകളഞ്ഞ വർഗീയവാദിയാണ് എന്നുള്ളതാണ്. ഗാന്ധിയും ഗോഡ്സെയും നേർക്ക് നേരെ വരുമ്പോ ഗോഡ്സെക്ക് ഗാന്ധിക്ക് നേരെ വെടിയുതിർക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഗാന്ധിക്ക് വെടിയേറ്റ് വീഴേണ്ടി വരുന്നത്.